السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മറ്റ് സഹോദര സഹോദരിമാർ, റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നതും പറയുന്നതുമൊക്കെ സാലിഹായിരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ആളുകൾ എന്താണോ ഉദ്ദേശിച്ചത് അവരുടെ ഹലാലായിരിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. യമാമയുടെ ചരിത്രത്തിന്റെ ആദ്യ ഭാഗം നാം പറഞ്ഞു വെച്ചു. അമീർ സാഹിബ് പേടിക്കണ്ട, ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്കി എവിടെ എത്തിയത് ഞാൻ ചോദിക്കൂല, കാരണം 2 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ്. ഇന്നലെ വരാൻ പറ്റിയില്ല, ഇന്നലെ ചില തിരക്കുകളുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടെ അത് പൂർത്തിയാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില സംഭവങ്ങളോട് കൂട്ടി വായിക്കാവുന്ന ഒരു സംഭവമാണ് യമാമ യുദ്ധം എന്നുള്ളത്. മഹാനായിരിക്കുന്ന പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മദീനയിൽ ഒരു പ്രവാചകൻ, യമാമയിൽ മറ്റൊരു പ്രവാചകൻ, ഇങ്ങനെ 2ആയി ഭാഗിക്കാം എന്നും, അല്ലെങ്കിൽ താങ്കൾക്ക് ശേഷം എന്നെ പ്രവാചകനായി കൊണ്ട് പ്രഖ്യാപിക്കണം എന്നും മുസൈലിമ എന്ന് പറയുന്ന ഒരാൾ നബിയോട് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിലിരിക്കുന്ന ഒരു ചുള്ളിക്കമ്പ് എടുത്തുകൊണ്ട് ഇത് നീ ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ തരില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും ചെയ്യുകയും, മഹാനായിരിക്കുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ സത്യത്തിൽ ഉമാമയെ മുസൈലിമത്തുൽ കദാബിനെ നേരിടാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെയധികം വിഷമിക്കുകയും അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് തന്നെ ഒരു വിഭാഗം സക്കാത്ത് കൊടുക്കുകയില്ല എന്നും, ഇങ്ങനെ പലവിധ പ്രശ്നം, നബിയെ അല്ലാതെ മറ്റാരെയും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും, ഇങ്ങനെയുള്ള രൂപത്തിലൊക്കെ ജനങ്ങൾ ഭിന്നിക്കുകയും ചെയ്തു. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സധൈര്യം അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്റെ സൈന്യത്തെ 11ആയി വിഭജിക്കുകയും അതിൽ ഒരു വിഭാഗത്തെ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ യമാമയിലേക്ക് അയക്കുകയും, പക്ഷേ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു യമാമയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുകയും ആയിരുന്നു ഉണ്ടായത്. മുസൈലിമത്തുൽ കദ്ദാബിനെ നേരിടുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവാചകത്വം അംഗീകരിച്ചുകൊണ്ട്, കള്ളപ്രവാചകത്വം അംഗീകരിച്ചുകൊണ്ട് അവൻ യമാമയിൽ വിലസുകയാണ്. നാൾക്കുനാളവനേരി നാട്ടിൽ പിന്തുണയ്ക്കുന്ന ആളുകൾ, നാണയത്തൂട്ടിന്റെ മികവിൽ സ്വീകരിക്കാനാളുകൾ, വാചകക്കസരത്തിനാലവൻ നാട്ടിൽ വിലസി പേരിലായി, വീണതൊക്കെ വിദ്യയാക്കി ചേർത്തു സ്വന്തം നേട്ടമായി. വേഷധാരികളായ വഞ്ചകരേറെയുണ്ട് യമാമയിൽ, പൂർണ്ണ തിങ്കളായ ചതൂതനും പെട്ടുപോയ വേളയിൽ
പെണ്ണരുത്തി നബിയത്തായി വന്നിറാക്കിൽ നിന്നവൾ. പോരെ പൂരം നാം പറഞ്ഞാൽ ശക്തി കത്തോ ശങ്കരൻ. മങ്കമൊഞ്ചി ചമഞ്ഞ് ചുവടുകൾ വെച്ച് മാസ്മര രീതിയിൽ മൂത്ത മോഹത്താൽ മുസൈലിമ വരുത്തിയവളെ ഹൈബയിൽ. തരമിലവളെ ഭാര്യയാക്കി സ്വലയില്ലെന്ത് ചുരുക്കിയേ മഹരിബും വിഷ നമ്മൾക്കില്ലിനി ഇളവു ചെയ്തു ഞാനതേ. നാട്ടിലാകെ ഫസാദ് ഭീകര നൃത്തമാടും നേരമിൽ നേരെയാക്കാനായി ഖലീഫ ഉത്തരവായി ഖാലിദിൻ. രണങ്ങളാങ്കണങ്ങളേറെ വിറപ്പിച്ചുള്ളൊരു ഖാലിദ് ഏറും ശൂരതയോർപ്പടക്കായി എത്തിയ ഖരീബായില്. മൊത്തത്തില് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിശ്ചയിക്കപ്പെട്ട, അദ്ദേഹം തീരുമാനിക്കപ്പെട്ട ഇക്രിമ റളിയല്ലാഹു തആല അൻഹു തന്റെ ഉദ്യമത്തിൽ പരാജയപ്പെടുകയും ഇനി ആരെയാണ് ഈ മുസൈലിമായി കൊണ്ട് നേരിടാൻ വേണ്ടി അയക്കാൻ നല്ലത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുകൾ അദ്ദേഹം തന്റെ മനസ്സിൽ കരുതുകയും മഹാനായിരിക്കുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ രംഗത്തേക്ക് അദ്ദേഹം നിയമിക്കുകയും ചെയ്യുകയാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദൗത്യം മറ്റൊരു നാട്ടിലേക്ക് നിശ്ചയിച്ചുകൊണ്ട് യമാമയിലേക്കുള്ള ദൗത്യം ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ആരാണ് ഖാലിദ് ഇബ്നു വലീദ്? ഇവിടെ മക്കയിലുള്ള ആളുകളൊക്കെ മക്കം ഫത്തഹിനോടുകൂടെ ഇസ്ലാമിലേക്ക് കൂട്ടമായി കൊണ്ട് വരാൻ തുടങ്ങി. ആ സമയത്ത് ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോരുമ്പോ അതായത് ഹുദൈബിയ സന്ധിയിൽ ഈ വർഷം മുസ്ലിങ്ങൾ തിരിച്ചു പോകണം എന്നും അടുത്ത വർഷം വന്നുകൊണ്ട് ഉംറ നിർവഹിക്കാമെന്നുമായിരുന്നല്ലോ അന്നത്തെ കരാറ്. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നഷ്ടപ്പെടുന്ന ഉംറ ഖളാ വീട്ടുവാൻ വേണ്ടി മുസ്ലിങ്ങൾക്കുള്ള അവസരം ആ മക്കക്കാരോടുകൂടെ ഖാലിദും മലഞ്ചെരുവിലൂടെ അലക്ഷ്യമായി കൊണ്ട് നടക്കുകയാണ്. എന്നാൽ നടക്കുമ്പോഴൊക്കെയും വിശ്രമിക്കുമ്പോഴൊക്കെ തന്റെ മനസ്സിൽ പിന്നിട്ട കാലഘട്ടത്തിനെ പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ്. ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഇസ്ലാമിനെതിരെ കണ്ടമാനം യുദ്ധങ്ങൾ ചെയ്തു. പക്ഷെ എന്ത് നേട്ടം അതുകൊണ്ട് ലഭിച്ചു? ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ട് മുസ്ലിങ്ങളെ എല്ലാം കീഴടക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് കാണുന്നത്. അദ്ദേഹം വേദനയോടുകൂടെ ഓർക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഉംറ നിർവഹിച്ചു കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ പല മുഖങ്ങളെയും തെരഞ്ഞു. വലീദിനെ കണ്ടതായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീദിനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ ഖാലിദ് എവിടെയാണ്? ഖാലിദിനെ നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിനെ ഒരു മുൻകിട പോരാളിയാക്കി ഒരു നേതാവാക്കി മാറ്റാമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദിന്റെ അനുജനോട് സഹോദരനോട് ബഹുമാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹിജ്റ 8-ാം വർഷം ഖാലിദിന് ഒരു കത്ത് ലഭിച്ചു, ബഹുമാനപ്പെട്ട വലീദിന്റെ കത്ത്. ആ കത്തിൽ അദ്ദേഹം എഴുതി, ഖാലിദെ, താങ്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിരുന്നു, താങ്കൾ ബുദ്ധിമാനാണ് എന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ മുന്നണി പോരാളിയാക്കാം എന്നുമൊക്കെ നബി താങ്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. അല്ല സഹോദര, ഇനിയും എന്തിനു വേണ്ടിയാണ് താങ്കൾ കാത്തു നിൽക്കുന്നത് എന്ന് മഹാനായിരിക്കുന്ന വലീദ് റളിയല്ലാഹു തആല അൻഹു ഖാലിദിനോട് ചോദിക്കുക. ഏതായാലും കത്ത് വലീദിന്റേതാണ്.
അദ്ദേഹത്തിന്റെ ചിന്തയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. കത്ത് ജിജ്ഞാസയോടെ വായിച്ച ഖാലിദിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. ഏതാണ് അദ്ദേഹത്തിന്റെ മനസ്സ്? പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന് പാകപ്പെട്ടു. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അവിടെ വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് സത്യവാചകം അദ്ദേഹം ചൊല്ലുകയും ചെയ്തു. താൻ ചെയ്തു പോയായിരിക്കുന്ന ആ കൃത്യങ്ങളെല്ലാം ഓർത്തിട്ടുള്ള അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരാൻ തുടങ്ങിയപ്പോൾ മഹാനായിരിക്കുന്ന പ്രവാചകൻ സമാധാനിപ്പിച്ചു. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹു മിനൽ കുഫ്രി വഗൈരിഹി. ഖാലിദേ, ബേജാറാവണ്ട. പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പുള്ള എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് താങ്കൾ ബേജാറാവണ്ട എന്ന് മഹാനായിരിക്കുന്ന ഖാലിദ് ഇബ്നു വലീദിനെ അല്ലാഹുവിന്റെ റസൂൽ അറിയിക്കുകയാണ്. ഏതായാലും ഇസ്ലാമിലെത്തിയ ഖാലിദ് പിന്നീട് ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായി കൊണ്ട് മാറുകയാണ് ഉണ്ടായത്. 8-ാം വർഷം റമളാനിൽ നടന്ന മക്ക വിജയത്തില് മുസ്ലിം സൈന്യത്തിന്റെ ഒരു ഭാഗമായി കൊണ്ട് ലൈറ്റ് വഴി ഹറമിലേക്ക് കടന്നത് മഹാനായിരിക്കുന്ന ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. സമാധാനപരമായിരിക്കുന്ന ആ മുന്നേറ്റത്തിന് വിലങ്ങത്ത് നിന്ന 13 മുശ്രിക്കുകൾ അദ്ദേഹത്തിന് വധിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ഏറ്റുമുട്ടൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹറമിൽ കടന്നത് എന്നും ചില അഭിപ്രായങ്ങൾ ഉണ്ട്. ഏതായാലും മക്ക വിജയം പൂർണ്ണമായപ്പോ ഖാലിദ് വലീദ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചത് ഒരു വലിയ ദൗത്യത്തിനാണ്. ബത്നു നഖ്ല എന്ന പ്രദേശത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഖുറൈശികളുടെ ഏറ്റവും വലിയ വിഗ്രഹമായിരുന്ന അൽ ഉസ്സയെ തകർക്കാനായിരുന്നു അത്. അൽ ഉസ്സ അതുവരെ അവരൊക്കെ ആരാധിച്ചിരുന്ന ദൈവത്തെ തകർക്കുമ്പോ, അതായത് താൻ ആരാധിച്ച ദൈവത്തിനെ, പടച്ചോനെയാണ് പോയി കൊല്ലുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കയ്യിന് യാതൊരു വിറക്കലും സംഭവിച്ചില്ല, യാതൊരു മനമാറ്റവും അതിന്റെ ഒരു ബേജാറോ അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം വളരെ ദേഷ്യത്തോടുകൂടെ ഇത്രയും കാലം ഈ നിർജീവ വസ്തുവിനെയാണല്ലോ ആരാധിച്ചത് എന്നുള്ള സങ്കടത്തോടുകൂടെ അതിനെ തകർക്കുകയാണുണ്ടായത്. ബനൂ ജുദൈമ വംശത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് പിന്നീടുള്ള നിയോഗം. ഇവിടെ സത്യത്തിൽ അദ്ദേഹത്തിന് ചെറുതായിട്ടൊന്ന് കാലിടറി അവരെ ഇസ്ലാം ആശ്ലേഷിക്കുന്നതായി പ്രഖ്യാപിച്ചു. എങ്കിലും അത് ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യം വന്നില്ല. അങ്ങനെ അതിൽപ്പെട്ട ചില ആളുകളൊക്കെ വധിച്ചു കളഞ്ഞു. ഇത് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ അതിനുവേണ്ടി പ്രായശ്ചിത്തം കൊടുത്തയക്കുകയും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പ്രായശ്ചിത്തം കൊടുത്തയക്കുകയും ഖാലിദിന്റെ ആ പ്രവൃത്തിയെ അതിനെ വിമർശിക്കുകയും ചെയ്തു. അതുപോലെ ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന ഹുനൈൻ യുദ്ധത്തിലെ മുന്നണി പോരാളികളായിരുന്ന ഖാലിദ് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില ചരിത്രാസ്വസ്ഥങ്ങൾ ഉണ്ടാക്കിയ ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ആഴമേറിയ മുറിവേറ്റു. എന്നിട്ടും അടുത്ത് നടന്ന തായിഫ് യുദ്ധത്തില് സഖീഫ് ഹവാസിൻ ഗോത്രക്കാരുമായി ഏറ്റുമുട്ടാൻ അദ്ദേഹം സന്നദ്ധനായി. ഹിജ്റ 9-ാം വർഷം ബനൂ മുസ്തലിഖിലേക്ക്, പിന്നെ ദൗമത്തുൽ ജന്ദിലേക്ക്, അതുപോലെ ബനൂ ഹാരിസിലേക്കൊക്കെ നബിയുടെ കൽപ്പന പ്രകാരം യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. ഏതായാലും മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് മഹാനായിരിക്കുന്ന പ്രവാചകൻ വഫാത്തായി എന്നുള്ളത് കേട്ടപ്പോ മഹാനായിരിക്കുന്ന ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വളരെയധികം തളർന്നുപോയി. ഏതായാലും മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് മറ്റൊന്നുമല്ല, അവിടെ ഒരു കുതിരയോട്ട മത്സരം, ഒരു വർഷത്തിലൊരിക്കൽ കുതിരയോട്ട മത്സരം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അണ്ടിലൊരു നാൾ മക്കൾക്കന്ന് കുതിരയോട്ടം പതിവായി, ആര് ജയിച്ചോ അവന് പേർഷ്യ ചക്രവർത്തി തൻ ഹതിയാ. ആഘോഷമേളം മുഴക്കി മക്ക വാസികളൊക്കെ അണഞ്ഞ്, അങ്ങനെ താഴ്വരയിൽ നിന്ന് മാമാങ്കത്തിരി തെളിഞ്ഞ്. ഹറുബും അബൂ താലിബും അബ്ബാസ് വാലിദ് ഇബ്നു മുഗീറ, അംറു ഇബ്നു ഹിശാം മുത്ബ ശൈബ ഹക്കീം ഇബ്നു ഹിശാം സഫ്വാൻ. അടങ്കലരി പൊരവേദിയിൽ അടക്കി ശ്വാസം പിടിച്ച്, ആരെ നയിക്കും മക്കയെ എന്ന് വിധിയറിയാൻ കൊതിച്ച്. കുതിര വിട്ട് പലരും പോയി കുതിച്ചുടണ്ടാൽ പൊരുതി,
കുതുകുലങ്ങൾ കൂട്ടി ജനങ്ങൾ ജയിക്കുമെന്ന് കരുതി. ഇക്കിരിമത്തും ഖാലിദ് വലീദും നെഞ്ചോടിഞ്ചായി കോതിച്ച് ഇബ്നു വലീദ് എന്ന മണൽക്കാട്ടിളക്കിയതാ ജയിച്ച്. ഹുദൈബിയയും ഖന്തക്കും പിന്നെ ദീനിനെതിരെ തുടരെ. ഉഹദ് വരെ ഖാലിദിൻ വീര്യം പതഞ്ഞു ഹക്കിനെതിരെ. വലിയ സൈഫ് തിരിച്ചു പിടിച്ചവര് വരുന്നിവിടെ. ഒതുക്കാച്ചിയ ഈമാനിൻ മഞ്ചിൻ യമമായുണ്ടായിവിടെ. മക്കയില് ഒരു മത്സരം നടക്കുകയാണ്. ആ മത്സരത്തില് ഈ കുതിര സവാരിയിൽ ആരാണോ ജയിച്ചത്, ആരാണ് ജയിച്ചത് എങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് മക്കയുടെ നേതാവാക്കുക എന്നുള്ളതാണ് അവിടുത്തെ പതിവ്. ഏറ്റവും മികച്ച കുതിരക്കാരനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് മക്കയുടെ നേതാവ് സർവാംഗീകൃതനും ആവാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഇത് എല്ലാം മറന്നുകൊണ്ട് മക്കക്കാരാക്കുന്ന ആളുകൾ മുഴുവനും ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഈ മത്സര മാമാങ്കത്തിന് സാക്ഷികളാകാൻ വേണ്ടി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മക്കയിലുള്ള ആളുകളൊക്കെ നിൽക്കുകയാണ്. സുബൈർ പർവ്വതത്തിന്റെ താഴ്വരത്ത് കെട്ടിയുയർത്ത പന്തലിലാണ് നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നത്. ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഹർബ് ബിൻ ഉമയ്യ, അബൂ താലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, വലീദ് ബിൻ മുഗീറ, ഉത്ബത്ത്, ഷെയ്ബത്ത്, അംർ ബിൻ ഹിസാം, ഹക്കീം ബിൻ ഹിസാം, സഫ്വാൻ ബിൻ ഉമയ്യ പോലെയുള്ള നേതാക്കന്മാരാക്കുന്ന ആളുകൾ മുഴുവനും ഈ മത്സരം കാണാൻ വേണ്ടി ഇരിക്കുക. മത്സരത്തിന്റെ ഒന്നാം മണിമുഴക്കമായിട്ട് ബാൻഡിന്റെ ശബ്ദം ഉയർന്നു. രണ്ടാമത്തെ ശബ്ദവും ഉയർന്നു. മൂന്നാമത്തെ ശബ്ദം ഉയർന്നതോടുകൂടി ജനങ്ങളെല്ലാം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഈ മത്സരം വീക്ഷിക്കുകയാണ്. ഫസ്റ്റ് തന്നെ 2 കുതിരകൾ പിന്നിലാക്കിയിട്ട് മറ്റ് 2 കുതിരകൾ മുന്നോട്ട് കുതിക്കുകയാണ്. അങ്ങനെ ഒന്നുകൂടെ അടുത്തെത്തുമ്പോ വളരെ വ്യക്തമായി കൊണ്ടവർ കാണുകയാണ് 2 ഇളം കറുപ്പ് നിറത്തിലുള്ള 2 കുതിരകൾ. ഒന്ന് തവിട്ട് നിറമാണ്, മറ്റൊന്നിന് ചാര നിറമാണ്. ഏതായാലും ഇത് രണ്ടും കുതിച്ച് ഇഞ്ചോടിഞ്ചായി പോരാടുകയാണ്. ഈ കുതിരകളെ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഒന്ന് ഖാലിദാണ്, ഒന്ന് ഖാലിദ് ബിൻ വലീദാണ്, മറ്റൊന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹലാണ്. ഇക്രിമയും ഖാലിദുമാണ് ഈ മത്സര വേദിയിലുള്ളത്. ആരാണ് ജയിക്കുക? അവരുടെ 2 പേരുടെയും പിതാക്കൾ ഈ സ്റ്റേജിലിരിക്കുന്നുണ്ട്. അംർ ബിൻ ഹിസാം എന്ന് പറയുന്ന അബൂജാഹിൽ ഇപ്പോൾ തന്റെ മകൻ ജയിക്കും എന്നുള്ള ആ ഒരു കിബറോടുകൂടെ താൻ ഒരു ആളായിരിക്കുകയാണ്. എന്നാൽ വലീദും മുഗീറയും ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് തന്റെ മകന്റെ വിജയം കാത്തിരിക്കുകയാണ്. ഏതായാലും മത്സരം അവസാനിച്ചു. ജനങ്ങൾ ജേതാവായിരിക്കുന്ന ആളെ പൊതിഞ്ഞു, ആവോളം അഭിനന്ദിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, മഹാനായിരിക്കുന്ന ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു ആ യുദ്ധത്തിൽ ജയിച്ചത്. ഏതായാലും അങ്ങനെയുള്ള ഖാലിദിനെയാണ് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ യുദ്ധത്തിൽ ഇനി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം. മുസൈലിമ എന്ന് പറഞ്ഞാൽ വളരെയധികം അങ്ങേയറ്റത്തെ തന്ത്രശാലിയാണ്. എന്ത് വില കൊടുത്തും അവൻ ജയിക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാം, ജനങ്ങളെ കയ്യിലെടുക്കാൻ അറിയാം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റാൻ അവൻ അറിയാം. പെട്ടെന്നൊന്നും ഒരു ചെറിയ തന്ത്രത്തിലൂടെയൊന്നും ഒരിക്കലും മുസൈലിമയെ കയ്യിലെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നല്ല ഒരു വലിയ ഒരു പിന്തുണയും ഈ മുസൈലിമക്കുണ്ട്. ഈ യുദ്ധത്തില് മുസൈലിമയുടെ അടുത്ത് പട്ടാളക്കാരായിക്കൊണ്ട് 40,000 പടയാളികൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും 10,000 പടയാളികളോടുകൂടെയാണ് മഹാനായിരിക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ശുറഹ്ബീൽ ബിൻ ഹസ്ന റളിയല്ലാഹു തആല അൻഹുവിന്റെയും സൈന്യം, 2 പേരുടെയും സൈന്യങ്ങൾ മൊത്തത്തിൽ 10,000 സൈന്യങ്ങളാണ് മുസൈലിമയെ എതിരിടുവാൻ വേണ്ടി പോകുന്നത്.
അങ്ങനെ അഖറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തുകയും യുദ്ധതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങുകയും ചെയ്തു. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിൽ ഈ തമ്പുകൾക്കിടയിൽ ഒരാളനക്കം അവർ ശ്രദ്ധിച്ചു. ശത്രുക്കളുടെ ഒരു അനക്കം. ബനൂ ഹനീഫ ഗോത്രക്കാരായിരിക്കുന്ന അഥവാ മുസൈലിമയുടെ ആളുകളായിരിക്കുന്ന ഏതാനും പേരായിരുന്നവര്. അപ്പൊ അവരെ പിടിച്ച് പിടിച്ചതായിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റുമുട്ടാൻ വേണ്ടി വന്നതല്ല, ഞങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി വന്നതല്ല. അതിലുള്ള അവരുടെ നേതാവായിരുന്നു മുജാ എന്ന് പറയുന്ന ആള്, അവരുടെ പ്രമുഖനായിരുന്നു. ഏതായാലും അവരെ നിർത്തിക്കൊണ്ട് അവർ ചോദിച്ചു, ഖാലിദ് വലീദ് ചോദിച്ചു, നിങ്ങൾ മുസൈലിമയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രവാചകൻ അത് മുഹമ്മദ്, ഞങ്ങൾക്കൊരു പ്രവാചകൻ അത് മുസൈലിമ. ഇത് പറഞ്ഞതോടുകൂടെ മുജാഅയെ ഒഴികെയുള്ള ആളുകളൊക്കെ ഖാലിദ് വലീദ് വധിച്ചു കളഞ്ഞു. മുജാഅ എന്ന് പറയുന്ന ആള് വളരെയധികം അവരുടെ ഇടയിലുള്ള വലിയൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിടിച്ച് വേറെ ചില ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാക്കി അവിടെ ബന്ദിയാക്കി നിർത്തി. മുന്നോട്ടുള്ള പ്രയാണം വേഗത്തിലാക്കുക എന്നായിരുന്നു ഖാലിദ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും മുസ്ലിം പക്ഷത്തിന്റെ നീക്കങ്ങൾ മുസൈലിമ അറിഞ്ഞു. മുസൈലിമ വല്ലാത്ത അസ്വസ്ഥനായി. ആരാണ് നേതാവ് എന്ന് ചോദിച്ചപ്പോൾ ഖാലിദാണെന്ന് കേട്ടതോടുകൂടെ മുസൈലിമയുടെ ഉള്ള വീര്യവും തകർന്നുപോയി. കാരണം ഖാലിദിനെ നന്നായിട്ട് മുസൈലിമക്കറിയാം. ഏതായാലും അക്രിബാൽ എത്തിയ മുസൈലിമയും തമ്പടിച്ചിട്ട് തന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് മുസൈലിമ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, അക്രിബായിലേക്ക് എല്ലാ ആളുകളും പുറപ്പെടണം, എല്ലാ ആളുകളും പോരുന്ന സമയത്ത് സ്വത്തുക്കളും തന്റെ കൂട്ടത്തിൽ എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അതെടുക്കണം, അതുപോലെ ഭാര്യമാരെയും കുട്ടികളെയും കൂടെ കൂട്ടുകയും വേണം. ഇതൊരു വലിയ തന്ത്രമായിരുന്നു. കാരണം ഭാര്യമാരും കുട്ടികളും കൂടെ ഉണ്ടാകുമ്പോൾ അവരെ ആക്രമിക്കൂല, അവരെ കണ്ടുകൊണ്ടെങ്കിലും ഇവരെ വെറുതെവിടും എന്നുള്ള ആ ഒരു അനുഭാവം സഹാബികൾക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് മുസൈലിമ ഈ തന്ത്രം മെനഞ്ഞെടുത്തത്. സൈന്യത്തിന് മനോവീര്യം നൽകാൻ മുസൈലിമ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ടിയാണ്, നിങ്ങളെ ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ശരീരം മറന്നുകൊണ്ട് സ്വന്തത്തെ മറന്നുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. കത്തിയാളുന്ന പ്രതികാരവുമായി കൊണ്ട് വളരെയധികം പ്രതികാരം ചെയ്യണം എന്നുള്ള ചില ഉദ്ദേശമുള്ള ചില ആളുകളും ഈ കൂട്ടത്തിൽ മുസ്ലിമുകളുടെ കൂട്ടത്തിലുണ്ട്. അതിന് കാരണം പലതാണ്. ഇവിടെ മുസൈലിമയുടെ ചോര കൊണ്ട് ചെഞ്ചായമണിയണം എന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളാണ് 100 വയസ്സ് പിന്നിട്ട ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ. അതിന് കാരണം തന്റെ മകൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂല് മുസൈലിമയുടെ അടുക്കിലേക്ക് ഒരു കത്തുമായി കൊണ്ട് പറഞ്ഞയച്ചു. ആദ്യം മുസൈലിമ ഒരു കത്തുമായി കൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. എന്തായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്? മുഹമ്മദേ, പ്രവാചകത്വം 2 ആക്കണം, പകുതി എനിക്ക് തരാം, പകുതി നിനക്ക്, 50-50. പ്രവാചകത്വം നമുക്ക് 2 ആക്കാം. ഇവിടുത്തെ പ്രവാചകൻ ഞാനായിക്കോളാം, അവിടുത്തെ പ്രവാചകൻ നീ ആയിക്കോ. ഇങ്ങനെ പ്രവാചകത്വത്തിന്റെ പകുതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊണ്ടുപോയി കൊടുത്ത ആ ദൂതനോട് മഹാനായ പ്രവാചകൻ പറയുന്നു, താൻ ഒരു ദൂതനായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിന്നെ വധിച്ചു കളയുമായിരുന്നു. ഇസ്ലാമിന്റെ നിയമപ്രകാരം ദൂതന്മാരായി വന്ന ആളുകളോ സുരക്ഷിതമായി കൊണ്ട് തിരിച്ചയക്കൽ ഒരു ഭരണകർത്താവിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത മഹാനാക്കുന്ന പ്രവാചകൻ ചെയ്തു. എന്നാൽ ഉമ്മു അമ്മാറയുടെ മകൻ ഹബീബിനെ മഹാനാക്കുന്ന പ്രവാചകൻ ഒരു കത്തുമായി കൊണ്ട് മുസൈലിമിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവൻ ചെയ്തത്, മുത്തിന്റെ പെയ്യൂട്ടെ കത്തുമായി പോയതാ, മുസ്ലിമിന്റെ മുൻപ് പിൻചുണയുള്ള മോനതാ, ഉമ്മു അമ്മാറ തന്റെ ഹബീബതാ, മുഷിരം തീരത്തെ കാട്ടി പൊളിഞ്ഞതാ. കത്തിൽ ലഭിച്ച മുസൈലിമ കോപത്താൽ കത്തി ചൊലിച്ച് വധിച്ചവരെ,
ക്രൂരത മോനോണ്ട് കാട്ടിയ ദുഷ്ടനെ കാത്തിരിപ്പുണ്ടൊരു മാതാവിവിടെ. മുമ്പ് മുസൈലിമ വിട്ട ദൂതന്മാരെ മുത്താത്തിൽ മാന്യത കാട്ടിവിട്ടു. നബി വിട്ട ദൂരൻ ഹബീബിനോട ക്രൂരൻ അംഗച്ഛേദം ചെയ്ത് പൊട്ടിച്ചിരിച്ചു. ഒരിലേറെ കഴിഞ്ഞ മഹദിയാൽ 16 നെഞ്ചുക്കുമായി പോരിനായി പോയിട്ടുണ്ടായ മാമയിൽ നേരിനായി പടയാളികൾക്ക് ആവേശമേറ്റുവാൻ. അങ്ങനെ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുസൈലിമ ചോദിച്ചു, നീ മുഹമ്മദിനെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞുകൊണ്ട്. പിന്നെ ചോദിച്ചു, ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്ന നമ്മൾ തമാശയിൽ പറയല്ലോ, ഞാനൊന്നും കേട്ടില്ല, ഞാൻ ഈ നാട്ടുകാരല്ല പറയുന്ന ആ ഒരു മറുപടി. ഇത് കേട്ടതോടുകൂടെ ഹബീബ് റളിയല്ലാഹു തആല അൻഹു വധിച്ചു എന്ന് മാത്രമല്ല, അംഗങ്ങൾ കഷ്ണമായി വെട്ടി നുറുക്കുകയും ചെയ്തു. ഇതൊരിക്കലും ഒരു ദൂതനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. ഈ വിവരം നബിയും സഹാബത്തും അറിയുകയും അവർ വളരെയധികം ഈ കാര്യത്തിൽ വിഷമിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മുതൽ മുസൈലിമയോട് പ്രതികാരം ചെയ്തിട്ടില്ലാതെ എന്നെ നീ മരിപ്പിക്കുന്ന റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വൃദ്ധയായിരിക്കുന്ന സ്ത്രീ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നു. ഉമ്മു അമ്മാറ ഈ യുദ്ധത്തിൽ ഇതിന് വന്ന അവസരമാണ്, അള്ളാഹു നൽകിയ അവസരമാണ് ഇത് വിചാരിച്ചുകൊണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പാറ പോലെ കറുത്ത് ബലിഷ്ഠമായിരിക്കുന്ന ശരീരം, അതുപോലെ പഞ്ഞി പോലെ മൃദുരമായ മനസ്സുള്ള ഒരാള് ഈ കൂട്ടത്തിലുണ്ട്, മുസ്ലിം കൂട്ടത്തിലുണ്ട്. അത് മറ്റാരുമല്ല, മഹാനായിരിക്കുന്ന വഹ്ശി റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാലോ, വഹ്ശി റളിയല്ലാഹു തആല അൻഹു മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു മതത്തിനോടും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന ആഗ്രഹം താൻ അടിമത്തത്തിൽ നിന്ന് മോചിക്കണം എന്ന് മാത്രമായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന ബഹുമട്ട ഹിന്ദു ബദർ യുദ്ധത്തിൽ തന്റെ സ്വന്തക്കാരെ മരണപ്പെട്ടു പോയത് സഹിക്കാൻ കഴിയാതെ വിലപിക്കുകയായിരുന്നു. അതിനെ പ്രതികാരം ചെയ്യാൻ ഏറ്റവും നല്ലത് വഹ്ശിയാണ്. ചാട്ടുളി എറിയുന്ന വിഷയത്തിൽ ഏറ്റവും പ്രഗത്ഭനാണ് അദ്ദേഹം. എറിഞ്ഞ ചാട്ടുളികളൊന്നും ലക്ഷ്യം തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഹിന്ദ് വളരെയധികം പ്രോത്സാഹനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ഒഹദിൽ പൊലിഞ്ഞ പൂവേ ഉമ്മത്തിനിഷ്ട ജീവേ ഉടയോന്റെ അസത് പേരാൽ ഉയരങ്ങൾ താണ്ടിയോരേ ഒളിയമ്പുകാരൻ വഹ്ശി ഒരു ചാൻസ് കാത്തിട്ടെത്തി കടമൊന്ന് വീട്ടും മട്ടിൽ കരുതിയ ചാട്ടൂളി നാട്ടിൽ ഇതിനാല് തന്നെ വേണം ഇസ്ലാമിൻ ശത്രുഭോണം നബിയുള്ള വിട്ടനഹാർ പണം കൊണ്ട് വീണ ഫുജാർ സെയ്ദിന്റെ സൈഫിനിരയായി മുസ്ലിങ്ങൾക്കാനന്ദ കുളിരായി അരിഞ്ഞങ്ങ് വീഴ്ത്തി നീളേ അടരാടി വീരമോടെ. ഇവിടെ മഹാനാർക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാർ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനെ മുസ്ലിമുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ഗൗരവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നഹാറിനെ പറഞ്ഞയച്ചു. ഈ പണ്ഡിതനാവട്ടെ ഇവിടെ വന്നു നോക്കുമ്പോ മുസ്ലിമുകളുടെ പിൻബലവും അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബലമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിനൊരു പൂരി, തൽക്കാലം ഇതിനാണ് കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് സുഖിക്കാമെന്ന്. ഈ അവസരം മുസൈലിമ മുതലാക്കുകയും അദ്ദേഹത്തിനെ തന്റെ കൂട്ടത്തിൽപ്പെടുത്തുകയും
ജനങ്ങളോട് എന്റെ പ്രവാചകത്വം മുഹമ്മദ് അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി അയച്ചതാണ് നഹാറിനെ എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. പ്രവാചകന്റെ പ്രവർത്തനങ്ങളൊക്കെ നഹാറിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് അതിനെ അനുകരിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ജനിക്കുന്ന കുട്ടികളൊക്കെ നഹാറ് മുസൈലിമ തലയിൽ തലോടുകയും മധുരം കൊടുക്കുകയും പതിവായിരുന്നു. മുസൈലിമ കൈകൊണ്ട് തടഞ്ഞ ഒരൊറ്റ കുട്ടിക്ക് പോലും കഷണ്ടി ഉണ്ടാവാതിരുന്നിട്ടില്ല എന്നാ പറയുന്നത്. ആരൊക്കെ തടഞ്ഞിട്ടുണ്ടോ ആ കുട്ടികൾക്കൊക്കെ പരിപൂർണ കഷണ്ടികളാവുകയും ആർക്കൊക്കെ മധുരം കൊടുത്തോ ആ കുട്ടികളൊക്കെ മാറാരോഗങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്തു എന്നാണ്. ഏതായാലും ഈ രൂപത്തിലൊക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയും അവിടെ എത്തി ഇവിടെ മുസ്ലിം സൈന്യം മഹാനായിരിക്കുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ യമാമയിൽ എത്തുകയും യമാമയിൽ എത്തിയതോടുകൂടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരൻ ഉണ്ട് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ നഹാറിനെ കണ്ടപ്പോൾ തന്നെ മഹാനാർക്കത് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു രക്തം തിളച്ചു. എടാ വഞ്ചക എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ചെന്നുകൊണ്ട് ഈ നഹാറിനെ വധിക്കുകയും ചെയ്തു. നഹാറിനെ വധിച്ചു. ഇത് കണ്ടപ്പോൾ ഈ കൊലപാതകം കണ്ടപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ആവേശമായി. കാരണം മഹാനാർക്കുന്ന പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ദുനിയാവിന്റെ സുഖരോലുപതയിൽ ജീവിക്കുന്ന ഈ വഞ്ചകനെ എന്തുകൊണ്ടും വധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വധിച്ചു. മുസ്ലിങ്ങളൊക്കെ തക്ബീർ ചൊല്ലുകയും ചെയ്തു. ഏതായാലും ഇവിടെ മുസ്ലിമിയുടെ പട്ടാളങ്ങൾ 40,000-ഓളം പട്ടാളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അംഗബലം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ രൂപത്തിലല്ല വലിയ രൂപത്തിൽ തന്നെ അദ്ദേഹം തന്ത്രങ്ങൾ മെനയുകയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ചിഹ്ന ഭിന്നമാകാനും തുടങ്ങി. പൊർക്കടത്തിലഹദിന്റെ ശബ്ദം പോരിശ പേറ്റുള്ള ഖാലിദിൻ ഗമനം കെട്ടരിശനായ മുസൈലിമ ഓടുന്നു മനമിടറി. പടയണിക്കാവേശം പകരാൻ പാകത്തിൻ മുസൈലിമ സൂത്രങ്ങൾ ഒരുത്തി പിഞ്ചുമക്കൾ വരമര നിരത്തി പടയൂർ കാണുന്നുണർത്തി. ജനങ്ങൾ പതറുമെന്ന് കണ്ടപ്പോൾ മുസൈലിമ ആളുകളോട് പറഞ്ഞു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? നിങ്ങളെ ഭാര്യമാരെ കണ്ടോടെ, നിങ്ങളെ മക്കളെ കണ്ടോടെ, പിഞ്ചോമന പൈതലുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ആളുകൾ ചെന്ന് സ്വകാര്യമായിട്ട് ചോദിക്കാനോട്, അല്ല മുസൈലിമ, നീയല്ലേ പറഞ്ഞത് ജിബ്രീൽ വരുന്നും മലക്കൾ സഹായിക്കുമെന്നൊക്കെ? എവിടെ നിന്റെ അള്ളാഹുവിന്റെ സഹായം നിനക്ക് എവിടെ? നീ പ്രവാചകനല്ലേ, എവിടെയാണ് നിനക്ക് സഹായം? എവിടെയാണ് നിന്റെ സഹായം എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, സഹായം തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. തൽക്കാലം എന്റെ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. അള്ളാഹുവിന്റെ സഹായം തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സാർ? മുസ്താദിന്റെ മൈക്ക് വരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കരീം ഫൈസൽ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആയിരുന്നു അല്ലേ? ഉസ്താദ് കേൾക്കുന്നില്ല? ഞാൻ പറയുന്ന ആരും കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവരാരും കേൾക്കുന്നുണ്ടോ? ഉസ്താദിന്റെ മൈക്ക് DC ആയിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ വരും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് DC ആയിപ്പോയതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് നല്ല ഒരു ചരിത്ര കഥയാണ് പറയുന്നത്. ഇമാമ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ബഹുമാനപ്പെട്ട കരീം ഫൈസൽ ഉസ്താദ് പറയുന്നത്. അള്ളാഹു ഖൈറും ബറക്കത്തും സലാം ചെയ്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഉസ്താദിനെ ഞാൻ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. ഉസ്താദ് വന്നു കഴിഞ്ഞാൽ മേലേക്കെത്തണം ഇൻഷാ അല്ലാഹ്. പ്രവാസ ഉസ്താദ് എത്തില്ലല്ലോ മാഷാ അല്ലാഹ്. ഉസ്താദ് വന്നില്ല അല്ലേ? ഉസ്താദ് വന്നില്ലല്ലോ.
വരുമായിരിക്കാം അല്ലേ? ഉസ്താദ് മേലേക്ക് വാ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് DCI ആയിരുന്നു. ഉസ്താദ് മേലേക്ക് വാ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് DCI പേരാണ്, അതുകൊണ്ട് മേലേക്ക് വാ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. DC അതല്ല, കറണ്ട് ഇത് പവർ കഴിഞ്ഞാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ഏതായാലും മുസൈലിമയുടെ സൈന്യവും ഹാരിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യവും ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മുസൈലിമയുടെ സൈന്യം പതറാൻ തുടങ്ങിയപ്പോ മുസൈലിമ പറയാൻ തുടങ്ങി, ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി, നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ടി, നിങ്ങളെ സമ്പത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, നോക്കി നിൽക്കരുത് എന്ന് അവർ പറയുകയും, അങ്ങനെ ഈ സമയത്ത് പക്ഷേ ശത്രുപക്ഷം ആകെ തളർന്നുപോയി. ഇതിന്റെ ഇടയിൽ ഹാരിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ടെന്റില് അതിനടുത്തായിരുന്നു നേരത്തെ പറഞ്ഞ മുജാ എന്ന് പറയുന്ന ആളെ, അവരുടെ നേതാവിനെ ബന്ദിയാക്കിയിരുന്നത്. ആ ടെന്റിന്റെ ഇപ്പുറത്ത് തന്നെയായിരുന്നു ഖാലിദിന്റെ ഭാര്യയും ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ ശത്രു സൈന്യം വന്നുകൊണ്ട് ആ ഭാര്യയെ ആക്രമിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചപ്പോ മുജാ പറഞ്ഞു, പെണ്ണുങ്ങളോടല്ല യുദ്ധം, ആണുങ്ങളോടാണ്, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും തൽക്കാലം അവർ ഖാലിദിന്റെ ടെന്റ് നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതും ആ യുദ്ധത്തിൽ ഒരുപാട് ആളുകളെ വധിക്കുകയും രക്തയുദ്ധം രൂക്ഷമാവുകയും ചെയ്തു. ഇപ്പോ ഒരു പ്രവാചകൻ പോയിട്ട് ഒരു സാധാരണക്കാരന്റെ പവർ പോലും മുസൈലിമയ്ക്കില്ല എന്ന് അവന്റെ പിന്നിൽ കൂടിയ ആ പാവങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മുസൈലിമ അവസാനം വിചാരിച്ചു, ഇനി തൽക്കാലം ഇവിടെ നിന്നാൽ നടക്കൂല, ഇപ്പോടെ നിന്നാൽ തടി കേടരുമെന്ന് മനസ്സിലാക്കിയ മുസൈലിമ വേഗത്തിൽ പറഞ്ഞു, തോട്ടത്തിലേക്ക് ഓടാം, തോട്ടത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിലേക്ക് ജനങ്ങൾ ഒന്നായിട്ടാണ് പോയി. കാരണം ഹാരിദിന് ലക്ഷ്യമിടുന്നത് തന്നെ മാത്രമാണ്. തന്റെ ഈ കൂടിയിരിക്കുന്ന സൈന്യങ്ങളെ ആർക്കും തന്നെ ഹാരിദിന് ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, മുസൈലിമയെ ചുറ്റിവളഞ്ഞിരിക്കുന്ന തന്റെ അനുയായികളെ ആരെയും ഹാരിദിന് ആവശ്യമില്ല. പക്ഷേ അവരെ വധിച്ചാലല്ലാതെ ഈ മുസൈലിമയുടെ അടുക്കിലേക്ക് എത്താൻ കഴിയില്ല, അവനെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ വധിക്കുന്നു. അങ്ങനെ അതിന് മുമ്പ് തടസ്സം ആകുന്ന എന്തൊക്കെയുണ്ടോ ആ തടസ്സങ്ങൾ മുഴുവൻ മഹാനായിരിക്കുന്ന ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തട്ടി നീക്കുന്നു. ഇവിടെ ഹദീഖത്തുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു തോട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തോട്ടത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലിമ തന്റെ അനുയായികളെ തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം അതിന്റെ ഉള്ളിൽ പോയി കൊണ്ടോടിക്കുകയും ചെയ്തു. ശത്രുവിനെ പിന്തുടർന്ന മുസ്ലിം സേന കുറച്ചു സമയം അന്താളിച്ചു നിന്നുപോയി. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ വാതിൽ തുറക്കാനുള്ള ഒരു ശ്രമങ്ങളും വിജയിച്ചില്ല. ഏതായാലും ശരി, അവരുടെ ആവേശമായിക്കണം. ആവേശത്തിന്റെ കയറി കഴിഞ്ഞാലേ പിന്നെ അങ്ങനെയാണല്ലോ, വളരെയധികം ആവേശം കയറി ചില ആളുകൾ മതിൽ ചാടി അതിൻ്റെ ഉള്ളിലെത്തിയെന്ന് മാത്രമല്ല, വാതിൽ തുറക്കുക തന്നെ ചെയ്തു. ഈ മതിൽ ചാടി കടന്ന കൂട്ടത്തിൽ മഹാനായിരിക്കുന്ന വഹ്ശി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹ്ശി, നീ എന്റെ മുമ്പിലേക്ക് നേരിട്ട് വരരുത്, എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും. അങ്ങനെയുള്ള ഹംസയെ എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് വഹ്ശി എന്റെ മുമ്പിലേക്ക് നീ വരരുത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു തആല അൻഹു വിചാരിക്കണം, തമ്പുരാനെ, ഞാൻ ചെയ്തത് എത്രമാത്രം ക്രൂരമാണ്.
അല്ലാഹുവിന്റെ റസൂൽ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നത് എന്ന് ചിന്തിക്കുകയാണ്. അന്ന് മുതൽ അദ്ദേഹം തന്റെ മനസ്സിൽ കരുതിയത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ശത്രുവിനെ എന്റെ കൈകൊണ്ട് ആദ്യത്തെ ചാട്ടുളി കൊണ്ട് വധിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ ചാട്ടുളി താൻ കരുതുകയും, പക്ഷെ നേരത്തെ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം മതമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കുക, താൻ അടിമയിൽ നിന്ന് മോചിതരാവുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അദ്ദേഹത്തിന് ആവേശവാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തണം, ഇസ്ലാമിന്റെ ശത്രുവിനെ എനിക്ക് കൊല്ലണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിക്കടന്ന് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തന്റെ ചാട്ടുളി പുറത്തെടുക്കുന്നു. എട്ടിമുഴക്കമായിട്ട് കിതിരിന്നല്ലയൊലി പരന്നിടയിലേ കരുത്തിരയിറങ്ങിടയിപ്പാടി ചുണയുടെ കള്ളനുഭവത്തിനന്തൻ കുറിച്ചിടാൻ ഒരുങ്ങിടയമയിൽ ഹക്കിൻ കൊണ്ട് പറത്തിടൻ ചണ്ട കൂടെ ഹാലിപ്പവർ ചീറി കൊല ശബ്ദം മുഴക്കിടയി ചാടി. ഇടിമുഴക്കമായി തെക്കിതിരിന്നല്ലയൊലി പരന്തിടയിലേ കരുത്തരയിറങ്ങിടയി ചാടി ചുണയുടെ കള്ളനുഭവത്തിനന്തം കുറിച്ചിടാൻ ഒരുങ്ങിടയമയിൽ ഹക്കിൻ കൊണ്ട് പറത്തിടൻ ചണ്ട കൂടെ ഹാലിപ്പവർ ചീറി കൊല ശബ്ദം മുഴക്കിടയി ചാടി. എടുത്തു ചാടിയ യമമയിൽ ശത്രുനര തകർത്തിടയിപ്പാടെ മുസൈലിമ വിറച്ചിടയിഹാലിൽ ഇതിനകം തോറ്റോടിയ മുസൈലിമ തോട്ടാമെന്ന വിളികളാൽ പായുന്നേ ഈറ്റി ചാടുന്നേ. അന്ന് തിട്ടമിൽ വഹിയെഴുതൊരു ചാട്ടുളി കൊണ്ടു പിടയുന്നേ. രംഗം കണ്ടരം സാരി വാല് ചുഴറ്റി മുസൈ ഇടിമുഴക്കമായി തക്കിതിരിന്നല്ലയൊല്ലി പുറം പരന്നിടയിലേ കരുത്തരയിറങ്ങിടയി ചാടി ചുണയുടെ കള്ളനുഭവത്തിനന്തം കുറിച്ചിടാൻ ഒരുങ്ങിടയമയിൽ ഹക്കിൻ കൊണ്ട് പറത്തി ചണ്ട കൂടി ഹാലിപ്പവർ ചീറി കൊല ശബ്ദം മുഴക്കിടയി ചാടി. അങ്ങനെ മഹാനായിരിക്കുന്ന വഹശ് റളിയല്ലാഹു തആല അവസരം മുതലെടുത്തുകൊണ്ട് നേരത്തെ മഹാനായിരിക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല വധിച്ചത് അതേ ചാട്ടുളി തന്നെ അദ്ദേഹം എടുക്കുകയും ആ ചാട്ടുളി കൊണ്ട് തന്ത്രം നോക്കിയിട്ട് അവസരം നോക്കിയിട്ട് മുസൈലിമയെ എറിയുകയും ഒരിക്കലും തന്നെ പിഴക്കാത്ത ചാട്ടുളി അവിടെയും പിഴച്ചില്ല, മുസൈലിമ വീഴുകയും ചെയ്തു. ഈ അവസരത്തിൽ ഒരു അൻസാരി ചെന്നുകൊണ്ട് മുസൈലിമയെ ആഞ്ഞാഞ്ഞ് വെട്ടുകയാണ്. വെട്ടി അന്നുവരെയും മഹാനായിരിക്കുന്ന പ്രവാചകനെ വിഷമിപ്പിച്ച, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിഷമിപ്പിച്ച, ജനങ്ങളെ മുഴുവനും വഴിതെറ്റിച്ച, ആ ആളുകളെ മുഴുവനും വഴിതെറ്റിച്ച മുസൈലിമ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതിന്റെ ഇടയിൽ മറ്റൊരു പെണ്ണ് വന്നുകൊണ്ട്, അത് ഞാൻ അതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്. ഇതിന്റെ ഇടയിൽ ഒരു പ്രവാചക, ഒരു നബിച്ചിയും വന്നിരുന്നു. ആ നബിച്ചി വന്നത് മറ്റൊരു ഉദ്ദേശത്തിലായിരുന്നു. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് എതിർക്കാൻ വേണ്ടിയായിരുന്നു അവൾ വന്നത്. അങ്ങനെ വന്നതായിരിക്കുന്ന സമയത്ത് സജാഹ് ബിൻത് ഹാരിസ് രംഗപ്രവേശനം ചെയ്തു. ഇറാഖിൽ നിന്നാണ് വരുന്നത്. ബനൂ തമീം കുടുംബമാണ്. പെണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പെണ്ണൊന്നല്ല, സമർത്ഥയായിരിക്കുന്ന പെണ്ണാണ്. അതുപോലെ കുശാഗ്ര ബുദ്ധിക്കാരിയാണ്. ഇവൾ വാദിക്കുന്നത് താൻ പ്രവാചകയാണ്, നബിച്ചിയാണെന്നാണ്. ഒരു വലിയ സൈന്യശക്തിയും കൂടെയുണ്ട്. അങ്ങനെ ബനൂ തമീമിൽ എത്തിയപ്പോ മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് സക്കാത്തിന്റെ വിഷയത്തിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ഒരാളുമായി കൊണ്ട് സംസാരിക്കുകയും, അങ്ങനെ ഞാൻ സിദ്ദീഖിനെ എതിർക്കാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടുകയും, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിൽ നിന്ന്
മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, തൽക്കാലം സിദ്ദീഖിനോട് ഏറ്റുമുട്ടൽ ബുദ്ധിയല്ല, താൻ ബനൂ തമീമിലേക്ക് തന്നെ പോകലാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലിമിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മുസൈലിമിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മുസൈലിമ എന്ത് ചെയ്തു? വളരെ തന്ത്രപരമായിക്കൊണ്ട് ഈ പെണ്ണിനെ കൈക്കലാക്കുകയാണ്. അവര് ഒരു റൂമിലിരുന്ന് സ്വയം ചർച്ച നടത്തുകയും ആ ചർച്ച അവസാനിച്ചത് അവർ തമ്മിലുള്ള വിവാഹത്തിലാണ്. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോ ഒരു പ്രവാചകനും ഒരു പ്രവാചകിയും തമ്മിൽ വിവാഹം ചെയ്യാം. ഇതിനെ അവിടെയുള്ള ആളുകൾ അവര് തന്നെ വാനോളം പുകഴ്ത്തി. അതിന് സമ്മാനമായിക്കൊണ്ട്, വിവാഹ സമ്മാനമായിക്കൊണ്ട് നൽകിയത് ഇഷ മഗ്രിബ് ഈ രണ്ട് വക്ത നിസ്കാരങ്ങൾ ആ ദീനിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തു. സുഖമായല്ലോ. അപ്പൊ തേകനവിട്ട ആൾക്കാർ അന്ന് തന്നെ ഉണ്ട് എന്നർത്ഥം. ഇഷയും മഗ്രിബിയും അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. നേരത്തെ രണ്ട് കാര്യങ്ങൾ ഹലാലാക്കിയിരുന്നു. ഒന്ന് മദ്യപാനം, മറ്റൊന്ന് കള്ള്. ഇപ്പൊ എന്തായി? കള്ളുകൂടി ഹലാലായി, വ്യഭിചാരം ഹലാലായി, മഗ്രിബ് നിസ്കരിക്കണ്ട, ഇശ നിസ്കരിക്കണ്ട. പിന്നെന്താ? ദീനിൽ ആളുകൂടാതിരിക്കോ? ഇങ്ങനെയൊരു സംഭവം ഇതിൽ നടക്കുകയും ഏതായാലും മഹാനാർക്കുന്ന വഹിഷ് റളിയല്ലാഹു തആല അൻഹു ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നതായിരിക്കുന്ന അതേ ചാട്ടുളി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ശത്രുവിനെ, ഇസ്ലാമിന്റെ ശത്രുവിനെ ഈ ലോകത്തിൽ നിന്ന് വിട പറയിപ്പിക്കുകയും ചെയ്തു. മഹാനാർക്കുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു തന്റെ സംഘങ്ങളും തക്ബീർ മുഴക്കി. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നീട് കൂട്ടമായിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അവർ അതുവരെയും വിശ്വസിച്ച് പോന്നിരുന്നത് വളരെയധികം മോശമായിരുന്നു, അതൊരിക്കലും യഥാർത്ഥ പ്രവാചകനായിരുന്നില്ല എന്ന് ഓർക്കുകയും അത് ഓർത്തപ്പോൾ അവർക്ക് വല്ലാത്ത നാണം വരികയും ഇസ്ലാമിലേക്ക് അവരെല്ലാവരും മടങ്ങി വരികയും ഉണ്ടായി. ഇതാണ് യമാമയുടെ ഒരു ചെറിയ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായിരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.